നമസ്കാരം. പിറവ നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളുമായോടൊപ്പമുള്ള ഒരു പ്രോഗ്രാമാണ് ഓശാന ടിവിയുടെ വാർഡ് വണ്ടിയിലാണ് ഞാനുള്ളത്. നിലവിൽ NDAയുടെ ഡിവിഷൻ 1 കക്കാട് ഭാഗത്തെ സിമി രാജീവാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സിമി ചേച്ചി നമസ്കാരം. എന്താണെങ്കിലും ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിയതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. സിമി ചേച്ചി ഒരു വക്കീലും കൂടിയാണ് അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഒരു നിലവിൽ ഇപ്പോൾ ഈ ഒരു നഗരസഭയുടെ മത്സരങ്ങളിൽ വിവിധ വക്കീലുമാർ മത്സരിക്കുന്നുണ്ട് ഈ വിവിധ ഭാഗങ്ങളായിട്ട്. അപ്പൊ താങ്കൾ ഇപ്പൊ ആദ്യമായിട്ടാണോ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തിയത്? അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഡിവിഷൻ കക്കാട് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോൾ എന്താണ് താങ്കൾക്ക് ആ ഡിവിഷനെ കുറിച്ച് പറയാനുള്ളത്? ഡിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കക്കാട് ഒരു ഗ്രാമീണ മേഖലയാണ്. സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ 2018 വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ആ വെള്ളപ്പൊക്കം സാധ്യതയുള്ള മേഖല കൂടിയാണ്. അവിടെ ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുപോലെ പള്ളി, അങ്ങനെയുള്ള ദേവാലയങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് റോഡ്, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി, വെള്ളം, അതൊക്കെയാണ് ആൾക്കാർക്ക് യഥാർത്ഥ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. നിരവധി റോഡുകളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതായത് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കക്കാട് വാരറ്റാൽപ്പടിയിൽ നിന്ന് പാലക്കണ്ടത്തിൽ റോഡ്, ആ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഒരു കനാൽ ബണ്ട് റോഡാണ്. ആ കനാൽ ബണ്ട് റോഡ് നിരവധി സർക്കാരുകൾ, അതായത് മാറി കഴിഞ്ഞ 28 വർഷങ്ങളായിട്ട് UDFും LDFും മാറി ഭരിച്ച വാർഡാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF തന്നെ ഭരിച്ച വാർഡാണ്. എന്നിരുന്നാൽ കൂടിയും അതിനകത്തേക്ക് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഈ ഒരു ഡിവിഷൻ എനിക്ക് അമ്പലത്തിന് തൊട്ട് മുകളിലുള്ള ആ ഒരു റോഡാണ്. ആ റോഡാണ് ഉദ്ദേശിച്ചത്. അമ്പലത്തിന് തൊട്ട് മുകളിലൊന്ന് കൂടി കനാൽ ബണ്ട് റോഡാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ വാർഡിലേക്ക്, ആ പ്രദേശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇരു സൈഡുകളിലും പുല്ല് മെത്തി വളർന്ന് നിന്നിട്ട് ഒരു കൊച്ചുകുട്ടിക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഇറങ്ങിയാൽ പെട്ടെന്ന് ഒരു പാമ്പ് ചാടി ആ പുല്ലിൻ്റെ ഇടയ്ക്ക് വന്നെന്ന് എന്തെങ്കിലും ഉപദ്രവിച്ചാലോ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ലാത്തൊരിതാണ്. വിളിച്ചു പറഞ്ഞാൽ പോലും ആൾക്കാർ കുറച്ച് ദൂരെയാണ്, ഓടി വന്ന് രക്ഷിക്കാനോ അങ്ങനെയുള്ള ഒരു സൗകര്യമുള്ള മേഖലയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള പുല്ലെല്ലാം വെട്ടി അത് ക്ലിയർ ചെയ്ത് അത് സർക്കാരിൻ്റെ ഫണ്ടുകൾ, അതിലേക്കായിട്ടുള്ള ഫണ്ടുകൾ മറ്റേത് MVP ഇതാണ്. അപ്പോൾ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് അതിലേക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് ഒരു സഞ്ചാരയോഗ്യമായ, ഗതാഗത യോഗ്യമായ റോഡാക്കേണ്ടത് അത്യാവശ്യമാണ്. സുജി ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഡിവിഷനിലെ ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു റോഡാണ് അല്ലേ അത്? അപ്പൊ ഇത് ഈ കഴിഞ്ഞ വർഷക്കാലങ്ങളായിട്ട് നഗരസഭയുടെ കൗൺസിലർമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണോ, അതോ അത് ഇനി അതിന്റെ മുകളിൽ എങ്ങനെയാ അത് വരേണ്ടത്? അല്ല, അതിനകത്ത് നഗരസഭാ കൗൺസിലർമാർക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷെ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. എന്നിരുന്നത് കഴിഞ്ഞ 28 വർഷമായി ഞാൻ ചെല്ലുമ്പോൾ വലിയൊരു ഫ്ലക്സ് ഫ്രണ്ടിലെടുത്ത് വെച്ചോക്കാണ്, ആരും വോട്ട് വെച്ച് ഇങ്ങോട്ട് വരണ്ട, 28 വർഷമായി ഞങ്ങളിത് അനുഭവിക്കുന്നു. എല്ലായിടത്തും ചെന്ന് വോട്ട് ചോദിച്ചു. ഞാൻ അഷുറൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പ്രഥമ പരിഗണനയായിട്ട് തന്നെ എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ നിയമവശങ്ങൾ കണ്ടെത്തി അത് ഏത് രീതിയിലൂടെ പരിഹരിച്ച് എവിടെ നിന്ന് ഫണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് അങ്ങനെ പറയുന്നത്. ഈ ഒരു ഡിവിഷനിൽ ഇപ്പൊ സുജി പറഞ്ഞ അനുസരിച്ച് മറ്റുള്ള ഏരിയയിലൊക്കെ കൃഷിക്കാർ അങ്ങനെയൊക്കെ ഉണ്ടോ? ധാരാളം കൃഷിക്കാരുള്ളതാണ് അവിടെ. കന്നാര, പയറ്, അങ്ങനെയുള്ള ഒരുപാട് കൃഷിക്കാരാണ് ആ മേഖലയിൽ കൂടുതൽ. ഇപ്പൊ ആ കൃഷിക്കാരുടെ ഏരിയയിലാണെങ്കിലും നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, ആറ്റുതീരം ഭാഗത്തേക്ക് ചെല്ലുവാണെങ്കിൽ തന്നെ അതിന്റെ ഉപറോഡുകളുണ്ട്. ആ ഉപറോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് ചെല്ലുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 1 മണിക്കൂർ മഴ പെയ്താൽ പോലും നമുക്ക് ആ റോഡിലൂടെ നടക്കാൻ പറ്റത്തില്ല. അതിലൂടെയാണ് വാഹനം ഓടിച്ച്, സ്കൂട്ടർ, കാറ്, അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും ഓടിച്ച് അവർ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുട്ടിന് മുകളിൽ എന്തായാലും വെള്ളമാണ്. അവർക്കൊന്നും യാതൊരു രീതിയിലും ജീവിക്കാൻ യാതൊരു മാർഗമുള്ള ഒരു സാഹചര്യമല്ല. മൺറോഡ് ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ സൈഡിലൂടെ എന്തെങ്കിലും വെള്ളം പോകാനായിട്ട്, താന്നു പോകാനുള്ള ഒരു സംവിധാനം, എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തതിന് ശേഷം ആ റോഡ് മണ്ണിട്ട് പൊക്കി സഞ്ചാരയോഗ്യമാക്കി കൊടുക്കേണ്ടതൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു മത്സരാർത്ഥിയായിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ജനങ്ങൾ പറയുകയാണോ?
ഇതെല്ലാം ജനങ്ങൾ പറയുന്ന ആ റോഡ് മാത്രമല്ല, ഈ ഡിവിഷനിലാണോ സുജി ചേച്ചി ഉള്ളത്? കക്കാട് ജംഗ്ഷനിൽ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. പക്ഷെ ഞാൻ 3 വയസ്സ് മുതൽ വളർന്നതും എൻ്റെ സ്വന്തം വീടും കക്കാട്ടിൽ തന്നെയായിരുന്നു. ആ കക്കാടിലുള്ള എല്ലാ മേഖലയും ഞങ്ങൾക്ക് പാടം, നെല്ല് കൃഷിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അവിടെ ഞങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതി എനിക്കും ആ വീട്ടിലെ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. എന്നോട് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ പല പല ഐഡിയാസ് ഉണ്ടാവും അല്ലേ? ഒരുപാട് ഐഡിയാസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ് എന്നുള്ള ഫീൽഡ് ഞാൻ പിറവം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ ഫീൽഡും നമ്മുടെ നിയമത്തിന്റെ അറിവും പരിജ്ഞാനവും വെച്ച് എന്തൊക്കെ രീതിയിൽ പോയാൽ നമുക്ക് ഇത് കൂടുതൽ മെച്ചപ്പെട്ട വികസനം മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ പാഴൂര് തൂക്കുപാലം റോഡ്, തൂക്കുപാലം റോഡല്ല, ആ തൂക്കുപാലത്തിന് ബലക്ഷയവും അവിടുത്തെ ആ ഏരിയയിൽ ചെന്നപ്പോ മത്സ്യ കോളനി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ചെന്നപ്പോ പ്രധാനമായിട്ട് പറഞ്ഞ ലൈറ്റ് ഇല്ല. ഇപ്പൊ പെൺകുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ഒരു സന്ധ്യ കഴിഞ്ഞാൽ അതിലൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാലത്തില്. ആ പാലത്തില്. അപ്പൊ ആണുങ്ങൾ എന്നല്ലേ അമ്മമാര് എന്ന് സെക്യൂരിറ്റി ആയിട്ട് കുഞ്ഞുങ്ങളെ സന്ധ്യക്ക് രാത്രിക്കൊക്കെ വിളിച്ചു. അപ്പൊ അതിന്റെ ആ ഒരു അവിടെയെല്ലാം ഒരു വെട്ടത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ആ ബലക്ഷയം എന്ന് പറയുമ്പോ അറിയാലോ, നമുക്ക് ജീവൻ ഞാൻ ആ ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് ജീവൻ മരണ പോരാട്ടമാണ്. അത് രണ്ടാമത്തേക്ക് വെക്കാവുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചുറ്റിക്കയറി വേണം നമുക്ക് മെയിൻ ടൗണിലേക്കൊക്കെ എത്താനായിട്ട്. അവിടെ എന്തായാലും അത് ബലപ്പെടുത്തേണ്ടത് അർജന്റായിട്ട് ചെയ്യേണ്ടതാണ്. അതൊക്കെ ഭരണാധികാരികളെ ശ്രദ്ധപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കറിയാലോ, നമുക്ക് മന്ത്രിമാരൊക്കെയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഏരിയ. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വരുന്ന ഭാഗത്തേക്കൊന്നും വരികയോ അല്ലെങ്കിൽ അതിൻ്റെതായ വേണ്ടത് ജനങ്ങൾക്ക് ഒരു അടിസ്ഥാന പേടി കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും മറ്റു സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുനിസിപ്പാലിറ്റിയില് വലിയൊരു രീതിയിലുള്ള ഒരു നോട്ടം ആ വാർഡിലേക്ക് വേണം. ജനങ്ങൾ മാറി ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ മാറി ചിന്തിക്കണം. നിലവിലിപ്പോ താങ്കൾ ഇപ്പൊ ഈ ഒരു ഡിവിഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും നിരവധി ഭാഗങ്ങൾ കക്കാടിന്റെ ഏരിയയൊക്കെയാണെന്ന് പറഞ്ഞെങ്കിലും എത്രത്തോളം വോട്ടേഴ്സ് ഉള്ള ഒരു ഡിവിഷനകത്ത്? അവിടെ 853 വോട്ടേഴ്സ് ഉണ്ട്. അതിലെല്ലാവരും അവിടെ ഇല്ല. പുതിയ തലമുറയിലെ പല കുട്ടികളും വിദേശത്താണ്, പോയി വരുന്നവരുണ്ട്, അവിടെ സെറ്റിൽഡ് ആയവരുണ്ട്. അങ്ങനെ കുറെ പേര് അവിടെ ഇല്ലാത്തവരും ഉണ്ടവരുണ്ട്. ഈ ഒരു ഡിവിഷനിൽ എനിക്ക് തോന്നുന്നത് 3 പേരാണ് വനിതകൾ മത്സരിക്കുന്നത്. അപ്പൊ ഒരു ശക്തമായ മത്സരമുള്ള ഒരു ഡിവിഷൻ ആയിരിക്കുമല്ലോ? അതെ, തീർച്ചയായിട്ടും നല്ല ശക്തമായ മത്സരമുള്ളൊരു വാർഡാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് LDFനും UDFനും നിരവധി തവണ ജനങ്ങൾ അവസരം കൊടുത്തു. അപ്പോൾ ഇനി മാറി ചിന്തിച്ച് ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നുള്ളതാണ്, വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. CV രാജീവ് പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം LDFും UDFും മാറി ഭരിച്ചിട്ടും ഈ ഒരു ഡിവിഷന് ഒരു എന്നാ പറഞ്ഞ ഒരു ഉയർച്ച കിട്ടാത്ത ഒരു ഡിവിഷനായി മാറി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ചാൻസ് ചോദിക്കുന്നത്. അപ്പൊ അത് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് താങ്കൾ ഒരു വ്യക്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുമായിട്ട് ചെല്ലുമ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നത്? വളരെ നല്ല സപ്പോർട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളർന്ന പ്രദേശമാണ്. അതുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന പ്രതീതിയിൽ ഞാൻ ചെന്ന ഒരു വീട്ടിൽ പോലും എനിക്കൊരു വെള്ളമോ ചായമോ തരാതെ എന്നെ വിടുന്ന ഒരു സാഹചര്യം പോലുമില്ല. അത്രയ്ക്ക് എന്നോട് കരുതലാണ് എല്ലാവർക്കും. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് എൻ്റെ മനസ്സിലുള്ളതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കുടുംബങ്ങൾക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അത് ഏത് രീതിയിൽ സംഘടിപ്പിക്കാമോ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് എല്ലാ കുടുംബങ്ങളിലും ഓരോരുത്തർക്കും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്നോ നമുക്ക് സംഘടിപ്പിച്ച് ഇൻഷുറൻസ് കൊടുത്ത ഒരു മെഡിക്കൽ ഇൻഷുറൻസ്, ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെങ്കിൽ അതിനെന്ത് രീതിയിൽ ആയാലും നമുക്കത് സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് ചിന്തിക്കേണ്ടതാണ്. അത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഇപ്പോൾ ബാങ്കിൽ നമുക്കറിയാം, പല ബാങ്കുകളിലും പ്രധാനമന്ത്രിയുടെ സ്കീമിൽ 20 രൂപ കൊടുത്താൽ അപകട മരണ ഇൻഷുറൻസ് ഉണ്ട്, അല്ല 446 രൂപ കൊടുത്താൽ അല്ലാതെ എന്തെങ്കിലും രീതിയിൽ മരിച്ചാലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് എത്തിയിട്ടില്ല. ഈ അറിവുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവർ ദൈനംദിന ജീവിതത്തിൽ
ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് ഏറ്റവും ആവശ്യമല്ലേ. എത്ര സാമ്പത്തികം ഉള്ളവരാണേലും ഇല്ലെങ്കിലും ആ ഒരു ചികിത്സ, ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത മുഴുവനും തീരുന്ന ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ഇതിലേക്ക് പങ്കാളികൾ അല്ലെ ഒരു പാർട്ടിസിപ്പന്റ് ആക്കിയിട്ട് എല്ലാവർക്കും ആ ഒരു സൗകര്യം കൂടി എത്തിച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നൊരാഗ്രഹം കൂടി എനിക്കുണ്ട്. പല ആഗ്രഹങ്ങളിലും ഒരാഗ്രഹം കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നിലവിൽ ഇപ്പൊ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി 1ാം ഡിവിഷനെ കുറിച്ച് പറയുന്നത് വളരെ ചുരുങ്ങിയ എമൗണ്ട് കൊടുത്തിട്ടാണെങ്കിൽ പോലും ഓരോ വീടുകളിലും ഉള്ളവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളും ഒപ്പം തന്നെ ആ വാർഡിൽ വേണ്ട റോഡുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പോലെ കിടക്കുന്ന റോഡിൽ ആ ഒരു ഏരിയയിലുള്ള സാധാരണക്കാർക്ക് നടക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. കൂടാതെ കൃഷിയിടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിലുള്ള കുറെ കാഴ്ചപ്പാടുകളുമായിട്ടാണ് താങ്കൾ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ജനങ്ങൾക്ക്, അതായത് നമുക്ക് ആർക്കും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എല്ലാ വീടുകളെയും സംരക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ സർക്കാർ പല ഫണ്ടുകളും, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഒരുപാട് ഫണ്ടുകളുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ ആ ഫണ്ടുകൾ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഫണ്ടുകൾ, അതില് നിന്നും ഉള്ള ഫണ്ടുകൾ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാമോ ആ ഫണ്ടുകളെല്ലാം കണ്ടെത്തി ആ വാർഡിലുള്ള എല്ലാ ജനങ്ങളുടെയും വീട്ടിലേക്ക് അതിന്റെ മാക്സിമം ഒരു ഗുണകരമായ രീതിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. കക്കാട് ഭാഗത്തുള്ള ഡിവിഷൻ 1-ലെ സിമി രാജീവ് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുകളോട് കൂടിയാണ് ഒരു സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇന്ന പാർട്ടികളോ അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. ആരെയും ഒന്നും എടുത്തു പറയാത്ത രീതിയിൽ ഒരു ഡിവിഷന് വേണ്ടതായിട്ടുള്ള ഒരു വ്യത്യസ്തമായ വികസനങ്ങൾ കൊണ്ടുവരികയും അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഡിവിഷനാണെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണെങ്കിലും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഓരോ ഡിവിഷനിലുള്ള ആൾക്കാർക്കും അത് വളരെ ഫലപ്രദമായി പോവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സിമിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായത്. എന്താണെങ്കിലും ഈ ഒരു ഡിവിഷനിൽ മത്സരം ഉണ്ടാകുന്നവർ പറയുന്നത് 3 വനിതകളാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണകളിലെല്ലാം നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ആ ഒരു ഡിവിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും അവരിപ്പോൾ ഇതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു. എന്താണെങ്കിലും നല്ലൊരു മത്സരം ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും ഇതിനോടകം തന്നിരിക്കുകയാണ്. എല്ലാവിധ ഭാവുകളും നേരുകയാണ്. ഈ ഒരു ഞങ്ങളുടെ വോട്ട് വണ്ടി ഓശാനറ്റിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓശാന ടിവിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി.